നഗരസഭാ പരിധിയിൽ തന്നെയാണ് ഈ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള സ്ഥലം അവിടെയാണ് 1418 വോട്ടിന്റെ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. BJP ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് നേടിയത് ഈ ശ്രീധരനിലൂടെയായിരുന്നു പാലക്കാട്. പക്ഷേ ആ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും പറയാൻ കഴിയുന്നത്. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വലിയ മുന്നേറ്റം 1418 വോട്ടിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. 4ാം റൗണ്ട് ആരംഭിക്കുന്ന ഘട്ടത്തിലാണ്, അതായത് 3ാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 1418 എന്നുള്ള നമ്പറിലേക്ക് വ്യക്തമായ മുന്നേറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ഘട്ടത്തിലുള്ളത്. എന്തായാലും BJPക്ക് അവിടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു എന്നത് തന്നെയാണ് ഫലസൂചനകളിൽ കാണുന്നത്. 1418 വോട്ടിന്റെ മേൽക്കൈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നേടിയിരിക്കുന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും 1530ലേക്ക് എത്തുന്നു. ഏറ്റവും സുപ്രധാനമായ കണക്ക് വന്നിരിക്കുന്നു. കൽപ്പാത്തി മേഖലയിൽ കൃത്യമായി BJP പ്രവർത്തകർ ചതിച്ചു. പിന്നീട് കുത്തി കൽപ്പാത്തി മേഖലയായിരുന്നു BJP വലിയ പ്രതീക്ഷ കാത്തുവെച്ച. കൽപ്പാത്തി ഈസ്റ്റ്, കൽപ്പാത്തി വെസ്റ്റ് മേഖല വലിയ ഭൂരിപക്ഷം BJP പ്രതീക്ഷിച്ചിരുന്നു. ആ മേഖലയിൽ BJP കൗൺസിലർമാർക്കോടുള്ള BJP പ്രവർത്തകരുടെ വികാരം അവർക്ക് തിരിച്ചടിയായി. ആ മേഖലയിൽ ഞങ്ങൾക്ക് വിചാരിച്ച വോട്ട് ലഭിച്ചില്ല. അനൗദ്യോഗികമായി പാലക്കാട്ടെ തോൽവി BJP സമ്മതിച്ചിരിക്കുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനോട് ഏറ്റവും അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത് അവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിയിരിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൽപ്പാത്തി അവർ 4000-ന് മുകളിൽ ലീഡ് പ്രതീക്ഷിച്ചാണ്. 3 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ 4000-ന് മുകളിൽ വോട്ടുകൾക്ക് ലീഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ 4000-ന് മുകളിൽ ലീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു 5000 വോട്ടുകൾ ജയിക്കാൻ കഴിയുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷകൾ തെറ്റിയിരിക്കുന്നു. കൽപ്പാത്തി ഈസ്റ്റ്, കൽപ്പാത്തി വെസ്റ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ BJP സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ BJP കൗൺസിലർമാരോടും നഗരസഭാ ഭരണത്തോടുമുള്ള അതിർത്തി BJP പ്രവർത്തകർ പരസ്യമാക്കിയിരിക്കുന്നു. ആ മേഖലയിൽ BJPക്ക് കനത്ത തിരിച്ചടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നെന്ന ആദ്യ വിലയിരുത്തലാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. BJP തോൽവി ഉറപ്പിച്ചു. ഞാനല്ല, BJP തോൽവി ഉറപ്പിച്ചെന്നാണ് BJPയുടെ നേതാക്കന്മാർ തന്നെ അനൗദ്യോഗികമായി അവർ പറയുന്നത്. നഗരസഭയ്ക്കെതിരെയുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. മുൻ നഗരസഭാ ചെയർമാനായിരുന്ന കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ വിഭാഗീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. കൽപ്പാത്തിയിൽ ആ പ്രശ്നങ്ങൾ തീർക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അവിടെ RSS നേരിട്ടിറങ്ങി നടത്തിയ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ RSSന്റെ ആ സംഘടനാ സംവിധാനത്തെ പോലും മറികടന്നുകൊണ്ട് BJPയുടെ വോട്ട് കൃത്യമായി കോൺഗ്രസിന് അനുകൂലമായി, കൈപ്പത്തിക്ക് അനുകൂലമായി രേഖപ്പെടുത്തുന്നു. അവിടെ BJP പ്രതീക്ഷിച്ച അവരുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിയിരിക്കുന്നു. അവിടെയാണ് തങ്ങൾക്ക് പരാജയം നേരിട്ടിരിക്കുന്നത്. ഇനി ഇത് തിരിച്ചുവരവ് ഉണ്ടായില്ല എന്ന് BJP ക്യാമ്പ് ഉറപ്പിച്ചു കഴിഞ്ഞു. BJPയുടെ കോട്ടകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി വീശിയത് തന്നെയാണ് പറയാനുള്ളത്. അത് തന്നെയാണ് 1530ലേക്ക് എത്തുന്നു. 1490ലേക്ക് വീണ്ടും കൂടുന്നു. കുറഞ്ഞും കൂടിയും അങ്ങനെ പാലക്കാട് ആ ട്വിസ്റ്റ് വീണ്ടും തുടരുകയാണ്. അല്ലല്ല, തീർച്ചയായും കോൺഗ്രസിന് വലിയ രീതിയിൽ ആശ്വാസം, വലിയ രീതിയിലുള്ള ശരിക്കും ശ്വാസം എടുത്തിരിക്കാൻ കഴിയും എന്നുള്ള അവസ്ഥ തന്നെയാണ്. VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലും സന്തോഷത്തോടെ ഇരിക്കാം. ആ നിലയ്ക്കുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും 1500ലേക്ക് ലീഡ് നില രാഹുൽ മാങ്കൂട്ടം ഉയർത്തുന്നു. അത് 4ാമത്തെ റൗണ്ട് എണ്ണുന്നതാണ്. 4ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് അത് നഗരസഭയിൽ തന്നെയുള്ള വാർഡുകളാണ്. അത് തന്നെയാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. BJP ഏറ്റവും അധികം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിച്ച ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി BJPക്ക് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് BJP നേതൃത്വവും ഒരുപക്ഷെ ചോദ്യമുനയിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള പാർട്ടിയാണ്. വലിയ രീതിയിലുള്ള വോട്ട് നേടിക്കൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ വിജയിച്ചേക്കുമെന്ന് തന്നെ വിചാരിച്ച ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇങ്ങനെ ഇത്തരത്തിൽ തകർന്നു വീഴുന്ന കാഴ്ച കാണുന്നത്. വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച BJPക്ക് ഉണ്ടായിരിക്കുന്നു. 1490 വോട്ടിന് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മുന്നിട്ട് നിൽക്കുന്നു. 5858 വോട്ടിന് CPM-ന്റെ UR പ്രദീപ് ചേലക്കരയിൽ മുന്നിട്ട് നിൽക്കുന്നു. 90101 വോട്ടിന് വയനാട് പ്രിയങ്ക ഗാന്ധി എതിരില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ NDA സഖ്യത്തിനാണ് മുന്നേറ്റം, 198. ഇന്ത്യ സഖ്യം 74 എന്നുള്ള നിലയിലാണ്. ജാർഖണ്ഡിൽ 81 സീറ്റുകളിൽ NDA സഖ്യം 43-ലും ഇന്ത്യ